വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 മെയ് 23 വ്യാഴാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ 2 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ എന്തായിരിക്കണമെന്നും മറ്റൊന്ന്, നിങ്ങൾ എന്ത് ആയിരിക്കരുത് എന്നും വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് അരുളി ചെയ്യുന്നു. നമ്മൾ എന്തായിരിക്കണമെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. അത് ഈശോ പറയുകയാണ്, ഉപ്പായിരിക്കുക. ഉറകെട്ടു പോകാത്ത ഉപ്പ്. ഉറകെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് ഈശോ ചോദിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ ജീവിതം എന്ന് വെച്ചാൽ ഉപ്പിനെ പോലെ അത് സംരക്ഷിക്കുകയും രുചി കൂട്ടുകയും ചെയ്യുന്ന ഒരു വലിയ അടിസ്ഥാന തത്വം, നമുക്കെല്ലാവർക്കും അറിയുന്ന ആ അടിസ്ഥാന തത്വത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ദൈവികമായ പുണ്യങ്ങളിലേക്കുള്ള വളർച്ചയും നൽകുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ ആദ്യത്തെ ധർമ്മം. രണ്ടാമത്, നമ്മൾ എന്ത് ആയിരിക്കരുത് എന്ന് പറയുന്നതാണ്. നമ്മുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരുവനെ പോലും ഉതപ്പ് അല്ലെങ്കിൽ ടെംപ്റ്റേഷൻ കൊടുക്കാതിരിക്കുക. ഇത് രണ്ടും അനുപൂരകങ്ങളാണ്. എപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട പുണ്യങ്ങളാണ്. സുവിശേഷന്റെ മധ്യഭാഗത്ത് നമ്മൾ കാണുന്ന മറ്റൊരു വലിയ സന്ദേശം, നിന്റെ അവയവങ്ങൾ പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിമാറ്റുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ കട്ട് ഓഫ് എന്ന വാക്കിനും പ്രൂണിങ് എന്ന വാക്കിനും 2 അർത്ഥമാണ് ഉള്ളത്. കട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ അതിൻ്റെ മൂല കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വെട്ടിമാറ്റുക എന്നുള്ളത്. എന്നാൽ പ്രൂണിങ് എന്ന് വെച്ചാൽ ചില വസ്തുക്കൾ വെട്ടിമാറ്റുമ്പോൾ എന്തിനെയാണോ നമ്മൾ കൂടുതൽ അതിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അത് വളരും. ചില വൃക്ഷങ്ങളുടെ ഇലകളും മരങ്ങളും നമ്മൾ വെട്ടിമാറ്റുമ്പോൾ അത് കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആകുന്നത് പോലെ അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തുന്നവനാണോ തളർത്തുന്നവനാണോ? ഞാൻ സ്വർഗത്തിന് അവകാശികളാക്കുന്നവനാണോ അല്ലെങ്കിൽ നരകത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നവരാണോ? ഈ ഒരു ചിന്തയാകട്ടെ ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. കാരണം ഈശോ പറയുകയാണ്, പൂർണ്ണനായി എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടെ കുറവുകളില്ലാത്തവനായി നീ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് കുറവുകളുമായി സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് ഈ വചനം നമ്മൾ പ്രചോദിപ്പിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.